കൈയൊടിഞ്ഞ ആശുപത്രിയിലെത്തിയ 5 വയസ്സുകാരൻ മരിച്ചു. ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലമാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് ആരോപണം. പത്തനംതിട്ട പ്ലാങ്കമണ്ണിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്ലാങ്കമൺ സ്വദേശിയായ വിജയൻ ഷേർലി ദമ്പതികളുടെ മകൻ ആരോണാണ് ഇന്നലെ റാന്നിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. ആരോൺ ഇന്നലെ സ്കൂളിൽ വീണ് കൈയൊടിഞ്ഞാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവാണ് ഈ മരണത്തിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായി ഉയരുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? സ്കൂളിൽ വീണതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? സ്കൂളിൽ വീണതിനെ തുടർന്നാണ് ഇന്നലെ സ്കൂളിൽ കൊണ്ടുപോയത്. അപ്പോൾ സ്കൂളിൽ വെച്ച് വീണപ്പോഴത്തേക്കിന് കുട്ടിയുടെ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ആയിരുന്നു, ഈ ആരോഗ്യ കേരളം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുന്ന് ചെന്ന് കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവർ താൽക്കാലികമായിട്ടൊരു ബാമൊക്കെ കൊടുത്ത് മരുന്ന് കൊടുത്ത് വിട്ട്. അത് കഴിഞ്ഞ് കുട്ടിയുടെ പിതാവ് 4 മണിയോടുകൂടി വന്ന്, അദ്ദേഹം പന്തളത്ത് വയറിങ് പണിക്ക് പോയേക്കണം, വയറിങ് തൊഴിലാളിയാണ്. അദ്ദേഹം വന്ന കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എക്സ്റേ എടുത്തപ്പോഴാണ് അറിഞ്ഞത് കൈക്കൊരു പൊട്ടലുണ്ട് എന്നുള്ളത്. പൊട്ടലല്ല, ഇളുക്ക് തെറ്റിയാന്ന് പറയുന്നത്. റാന്നി മാർത്തോമ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇളുക്ക് തെറ്റിയാന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇളുക്ക് പിടിച്ചിട്ടാൽ മതി, അപ്പം കുട്ടിക്ക് വേദന എടുക്കാതിരിക്കാൻ ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാമെന്ന് ഡോക്ടർമാർ പറയുകയും അതിൻ്റെ രക്ഷകർത്താക്കൾ അതിന് സമ്മതം കൊടുക്കുകയും പിന്നീട് അതിനെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കൊടുത്തത് ഓവർഡോസാണെന്ന് നമുക്ക് സംശയമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ആശുപത്രിയുടെ അനവസ്ഥാനാണെന്നാണ് നമ്മൾ ഇതുവരെയും കരുതുന്നത്. പിന്നീട് ഒരു 8 മണി വരെ യാതൊരു വിവരവുമില്ല. ഡോക്ടർമാരൊക്കെ വളരെ ഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഈ രക്ഷകർത്താക്കൾ കാര്യം തിരക്കാൻ പറഞ്ഞു കുട്ടിക്ക് ശകലം സ്ഥിതി മോശമാണ്, ഞങ്ങൾ തന്നെ ആംബുലൻസിലും വിളിച്ചിട്ടുണ്ട്, മുത്തൂറ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തൂറ്റ് ആശുപത്രിക്കാർ തന്നെ ഇടപെട്ട് അതിൻ്റെ വീട്ടുകാരും കൂടെ ഉൾപ്പെടെ മുത്തൂറ്റ് ചെന്നപ്പോൾ 10 മണിയോടുകൂടി മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് എൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അപ്പം അത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം സ്കൂളിൽ വെച്ച് വീണ് കൈയൊടിയുക എന്ന് പറയുന്ന കുട്ടികൾക്ക് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ സാധാരണ സംഭവമായിട്ടാണ് രക്ഷകർത്താക്കളും കണ്ടത്. ഉള്ളിൽ കയറ്റി അതിനൊരു പ്ലാസ്റ്റർ ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ നിന്നു. പക്ഷേ മരണം സംഭവിച്ചപ്പോഴത്തേക്കിന് എല്ലാവർക്കും സംശയമായി. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിനെ കുട്ടിയെ കൊണ്ട് ഡെഡ് ബോഡിയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ബാക്കി ഇതിൻ്റെ പരാതിയെ സംബന്ധിച്ചും തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ കുട്ടി ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കൈ ഒടിഞ്ഞു, കൈ അത് കഴിഞ്ഞ് കുട്ടി വീട്ടിൽ വന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്ന് ആ കൈ കൊണ്ട് തന്നെ വലത്ത് കൈയാണ്, ആ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കൈയുടെ മുട്ടിന് നീര്. ആദ്യം മറ്റൊരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ആദ്യം ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ല, അവർ കൊണ്ടുപോയത് റാന്നി മാർത്തോമയിൽ തന്നെയാണ് ആദ്യം കൊണ്ടുപോയത്. അപ്പം അത് കഴിഞ്ഞ് ആ കൈ കൊണ്ട് തന്നെയാണ് കുട്ടി ഇവിടെ വന്ന് ആഹാരമൊക്കെ കഴിച്ച് വൈകുന്നേരം പിതാവിനോട് പറഞ്ഞു പപ്പ എനിക്ക് കൈക്ക് നീര് കൊള്ളുന്നു, വേദന വേണമെന്ന്. നീര് കണ്ടാണ് ഇവർ മാർത്തോമയിൽ കൊണ്ടുപോയത്. വീണ്ടും 4 മണിക്ക് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പരാതി നൽകിയിട്ടുണ്ടോ? പരാതി ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ടൊരു പരാതി അന്വേഷണം എന്ന നിലയിൽ നൽകിയിട്ടുണ്ട്. ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് പരാതിക്ക് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട പ്ലാങ്കമൺ സ്വദേശിയായിട്ടുള്ള വിജയൻ ഷേർലി ദമ്പതികളുടെ മകനായ ആരോൺ, 5 വയസ്സുകാരനായ ആരോണാണ് ഇന്നലെ മരണപ്പെട്ടത്. സ്കൂളിൽ വീണ് കൈയൊടിഞ്ഞതാണ്. കൈയൊടിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ്. റാന്നിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. അവിടെ ചികിത്സയിലിരിക്കെ ആണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അപ്പോൾ അനസ്തേഷ്യ നൽകിയതിനുണ്ടായ പിഴവാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഈ ആരോഗ്യ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മല്ലയിനൊപ്പം രാഹുൽ ഇരുമ്പൂർ.